ആ പ്രാവശ്യം അവധി കഴിഞ്ഞ് ജോസൂട്ടി ഗൾഫിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അമ്മച്ചി ജോസൂട്ടിയോട് പറഞ്ഞു, മോനെ, കുറച്ച് നാളുണ്ട് ഞാൻ നിന്നോട് പറയുന്നു, അമ്മച്ചിയുടെ ഒരു ആഗ്രഹം നീ സാധിച്ചില്ല. നീ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടു, നീ സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു, നിൻ്റെ പെങ്ങന്മാരെയൊക്കെയും കെട്ടിച്ചു വിട്ടു. പക്ഷേ നിനക്ക് ഒരു ജീവിതം വേണം. തന്നെയല്ല, ഈ വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അമ്മച്ചിക്ക് ഒരു കൂട്ട് വേണമല്ലോ. അപ്പം നീ വിവാഹം കഴിച്ചാൽ നിൻ്റെ ഭാര്യ ഈ വീട്ടിൽ നിന്ന് എനിക്കൊരു തുണയായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ അത് കേട്ടിട്ട് മകൻ പറഞ്ഞു, അമ്മച്ചി ഈ പ്രാവശ്യം കൂടെ അമ്മച്ചി ക്ഷമിക്ക്, ഞാനിനിയും അടുത്ത പ്രാവശ്യം അവധിക്ക് വരുമ്പോൾ അമ്മച്ചിയുടെ ആഗ്രഹം ഞാൻ നടത്തിത്തരാം. അമ്മച്ചി പെണ്ണിനെ കണ്ടു വെച്ചോളൂ. അമ്മച്ചി പറയുന്ന ഏത് പെണ്ണിനെയും ആരെ പറയുന്നു അവരെ, എൻ്റെ ഇഷ്ടമല്ല അമ്മച്ചിയുടെ ഇഷ്ടത്തിന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ അമ്മച്ചിക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് ജോസൂട്ടി സൗദിയിലേക്ക് മടങ്ങിപ്പോയത്. വരിക്കത്താരത്തെ അവറാച്ചൻ്റെയും സാറാമ്മയുടെയും 4 മക്കളിൽ രണ്ടാമനാണ് ജോസൂട്ടി. വളരെ കഷ്ടത്തിലും പ്രയാസത്തിലുമാണ് അവർ ജീവിച്ചത്. സ്വന്തമായിട്ട് ഒരു സെൻറ്റ് ഭൂമിയോലും ഇല്ലായിരുന്നു. കുടിയടപ്പുകാരായിരുന്നു. അവിടുത്തെ ഒരു മുതലാളിയുടെ വസ്തുവിലായിരുന്നു അവർ താമസിച്ചത്. എന്നാൽ ഇന്ന് ആ വസ്തുവും ആ സ്ഥലവും ആ ചുറ്റുപാടുള്ള അത്രയും വസ്തുക്കളും ഇന്ന് അവരുടെ കൈവശമാണ്. ഇതിനിടയ്ക്ക് ജോസുകളുടെ അപ്പന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അവരുടെ സാഹചര്യങ്ങളൊക്കെ മാറി. കാരണം ജോസൂട്ടി ഗൾഫിൽ ചെന്ന് നല്ല ജോലിയാണ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന ഹോട്ടലിലാണ് ജോലി, നല്ല ശമ്പളവുമുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ സാഹചര്യങ്ങളൊക്കെയും മാറി. പെങ്ങന്മാരെ കെട്ടിച്ച് വിട്ടു, പെങ്ങന്മാർക്ക് കൊടുക്കേണ്ടതൊക്കെയും കൊടുത്തു, നല്ലൊരു വീടും വെച്ചു. അപ്പം ഇനിയും ജോസൂട്ടിക്ക് ആവശ്യം ഒരു വിവാഹമാണ്. അപ്പോൾ സാറാമ്മച്ചി അതാണ് പറഞ്ഞത്, നീ ഇത്ര നാളുണ്ട് എന്നെ പറഞ്ഞ് കളിപ്പിക്കും. തന്നെയല്ല, നിനക്കിപ്പം 30 വയസ്സായില്ലേ, ഇനി എന്നാണ് നീ വിവാഹം കഴിച്ച് നിൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത്, അല്ലെ അവരെ കണ്ട് ഞാൻ സന്തോഷിക്കുന്നത്? അപ്പം നീ അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചിക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഈ പ്രാവശ്യം ജോസൂട്ടി ആ സൗദിയിലേക്ക് മടങ്ങിപ്പോയത്. വളരെ കഷ്ടപ്പാടിലായിരുന്നു ആ ജീവിതം. മറ്റുള്ളവരുടെ വീട്ടിൽ ജോലിക്ക് പോവുകയും മറ്റുള്ളവരുടെ പറമ്പിൽ കൃഷിപ്പണി ചെയ്തും ഒക്കെയാണ് ജോസിയുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജോസൂട്ടിയുടെ ഒരു കൂട്ടുകാരൻ മുഖാന്തരമാണ് സൗദിയിലെ ജോലി തരപ്പെട്ടത്. ജോസൂട്ടി പഠിക്കാൻ ബഹുമിടുക്കനായിരുന്നു. നല്ലൊരു വീട് വെച്ചു. ആ വീടാണ് ഈ കാണുന്നത്. അപ്പം ആ വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് അമ്മച്ചി പറഞ്ഞത്, നീ ഇനി എന്നെ കളിപ്പിക്കേണ്ട, നീ ഒരു കല്യാണം കഴിച്ച് നീ ജോലിയുള്ള പെണ്ണെ കിട്ടണ്ട, കല്യാണം കഴിക്കണ്ട, ജോലി ഇല്ലാത്തവളെ കല്യാണം കഴിച്ചാൽ മതി. കാരണം ജോലി ഉണ്ടെങ്കിൽ അവൾ നിൻ്റെ കൂടെ ജോലിക്ക് വരും. അപ്പം ജോലി ഇല്ലാത്തവളാണെങ്കിൽ ഈ വീട്ടിൽ എൻ്റെ കൂടെ നിന്നോളും. ജോസൂട്ടി പറഞ്ഞു, അമ്മച്ചി എന്ത് പറഞ്ഞാലും ഞാനതുപോലെ സമ്മതിച്ചു. അമ്മച്ചി ഇഷ്ടത്തിനല്ല, എനിക്ക് വേറൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജോസൂട്ടി സൗദിയിലേക്ക് മടങ്ങിപ്പോയത്. ജോസൂട്ടി സൗദിയിൽ മടങ്ങിപ്പോയി. അമ്മച്ചി നാട്ടിൽ ജോസൂട്ടിക്ക് വേണ്ടിയുള്ള പെണ്ണന്വേഷണം തുടങ്ങി. പലയിടത്തും ചെന്ന് കണ്ടു, പലരെയും കണ്ടു, ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെയും കണ്ടു. നല്ല അമ്മച്ചിയുടെ ആഗ്രഹം ജോസൂട്ടി നല്ല സുന്ദരനൊരുത്തനാണ്. അപ്പം എൻ്റെ മകനെപ്പോലെ സുന്ദരിയാകുന്ന ഒരു മരുമകളെയാണ് എനിക്ക് കിട്ടാൻ, അതാണ് അമ്മച്ചിയുടെ ആഗ്രഹം. അങ്ങനെ പോയി കണ്ട് ജോസൂട്ടിക്ക് വേണ്ടുന്ന ഇണങ്ങുന്ന ഒരു പെണ്ണിനെ ഈ അമ്മച്ചി കണ്ടു. അവരുമായിട്ട് പറഞ്ഞ് വാക്ക് എല്ലാം പറഞ്ഞു ഉറപ്പിച്ച് ജോസൂട്ടി വിളിച്ചു പറഞ്ഞു, മോനെ, ഞാനൊരു പെണ്ണിനെ കണ്ടുണ്ട്, നിനക്ക് അവൻ്റെ ഫോട്ടോയോ അല്ല നീ അവളെ ഫോണിൽ കാണുകയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഫോട്ടോ അയച്ചു കൊടുത്തു. ആ ഫോട്ടോ കണ്ടിട്ട് ജോസൂട്ടി പറഞ്ഞു, അമ്മച്ചിയുടെ ഇഷ്ടത്തിന് ഞാൻ സമ്മതിച്ചേക്കുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു, അമ്മച്ചിയുടെ ഇഷ്ടത്തിനപ്പുറത്ത് എനിക്ക് വേറൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ഇഷ്ടത്തിന് ജീവിച്ച ഒരു മകൻ വിവാഹം കഴിക്കുന്നതും അമ്മ പറയുന്ന പെണ്ണിനെയാണെന്ന് ആയിരിക്കണമെന്ന് ജോസൂട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മയെ പറഞ്ഞെല്ലാം ഏൽപ്പിച്ചു. അടുത്ത പ്രാവശ്യം അധികം താമസിക്കാതെ നാട്ടിൽ വരുമ്പോൾ ഞാൻ വിവാഹം കഴിക്കാം, അമ്മച്ചിയുടെ ഇഷ്ടം ഞാൻ സാധിച്ചു തരാം, അമ്മച്ചിയുടെ ആഗ്രഹം സാധിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ബാക്കി ആക്കി അഴിച്ചു. ഇനിയിപ്പം 4-5 മാസമേ ഉള്ളല്ലോ, അപ്പം ഞാൻ വരാം. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടുകാരുമായിട്ട് ജോസൂട്ടി തന്നെ സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. വരാൻ വേണ്ടി നാട്ടിൽ വന്ന് വിവാഹം കഴിക്കുവാനുള്ള കാര്യങ്ങളൊക്കെയും അവിടുന്ന് ആക്കി അഴിക്കുവാൻ എല്ലാവരോടെയും പറഞ്ഞു, ജോസൂട്ടി അമ്മച്ചിയോടെയും പറഞ്ഞു. അപ്പം മകൻ്റെ വരവിന് വേണ്ടി അമ്മ കാത്തിരിക്കുകയാണ്.
മരുമകളോട് മരുമകളുടെ കൂടെ മകൻ്റെ കൂടെ ഇനി കുറച്ചു കാലം ബാക്കിയുള്ള കാലം, കാരണം മകനിങ്ങി പോരുക, ജോലി ചെയ്ത് കാശൊക്കെ ആവശ്യത്തിനായി. അപ്പോൾ ഇനിയും മകനും മരുമകളുമായിട്ട് ഒന്നിച്ച് ഈ വീട്ടിൽ കഴിയാമെന്നുള്ള സന്തോഷം അമ്മച്ചിക്കുണ്ട്. അപ്പം അമ്മച്ചി ആ മകൻ്റെ വരവിന് വേണ്ടി ഇങ്ങനെ കാതോർത്ത്, അല്ലെ വരവിൻ്റെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അമ്മച്ചി സന്തോഷത്തോടെ ഓരോ ദിവസം തള്ളി നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് സൗദിയിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നത്. ജോസൂട്ടി അവിടെ ഒരു വാഹന അപകടത്തിൽ ആശുപത്രിയിലാണ്. കേട്ട അമ്മച്ചി ആകപ്പാടെ ഞെട്ടിപ്പോയി. എന്നാൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന ഒരു ഫോൺ കോള്. ജോസൂട്ടി